ഞാനൊരു പുതിയ കിടിലം പരിപാടിയെ പറ്റി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. എന്താ? ഒരു പണിയില്ല, മോട്ടിവേഷണൽ സ്പീക്കർ കിടിലം പരിപാടിയാ. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹാളിൽ കുറെ പേരെ വിളിച്ചെടുത്തിട്ട് ആവശ്യമില്ലാതെ ആത്മവിശ്വാസം ഇങ്ങനെ വാരിക്കോരി കൊടുത്തോണ്ടിരിക്കും. ഒരു കാര്യമില്ല. ഇങ്ങനെ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും. കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കിയത് നീലട. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പൊ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? ഞാൻ ഒന്നുകൂടി മൂപ്പിക്കണേ. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടാ നിനക്കൊക്കെ? ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടി എന്ന് വിളിക്കുന്നത്? അടിക്കുന്നവരാരാണെന്ന് വെച്ചാൽ ഓരോ വടി വാങ്ങിച്ചോളൂ. കൃഷ്ണേട്ടൻ കളരിയൊക്കെ പഠിച്ച ആളല്ലേ, ആദ്യത്തെ അടി നിങ്ങൾ അയക്കൂ. നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. അതിന് നീ എന്താ തമാശ കളിക്കണം? ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. കർത്താവേ, താഴെ കുഴിയാണല്ലോ. മോനെ ഗോപി, എന്തോ? നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അയാൾ എന്നെ പഠിപ്പിച്ചെന്ന വേർഡാണ് കാര്യം കാണാൻ കഴുതക്കാലും പിടിപ്പിക്കണം. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ. അതുകൊണ്ട് മോനെ അങ്ങോട്ട് പോന്നോളൂ. നമ്മള് പോലെ മാറ്റി ആവാൻ പാടില്ല.